വെൽക്കം ബാക്ക്. ഇനി നമ്മൾ nth ഡെറിവേറ്റീവ് nth ഡെറിവേറ്റീവിൻ്റെ കുറേ ഫംഗ്ഷനുകളുടെ nth ഡെറിവേറ്റീവ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമ്മൾ nth ഡെറിവേറ്റീവ് പ്രൊഡക്റ്റിൻ്റെ nth ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല, അതാണ് ലെബനീസ് തിയറം പറയുന്നത്. ലെബനീസ് തിയറത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. ലെബനീസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കണേ. u and v are two functions of x possessing derivatives of nth order. അപ്പോൾ nth ഓർഡർ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സിൻ്റെ രണ്ട് ഫങ്ഷൻസാണ് u ആൻഡ് v. ദെൻ ദ nth ഡെറിവേറ്റീവ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് u ആൻഡ് v ഈസ് ഗിവൺ ബൈ, ഇപ്പോൾ യുവിൻ്റെയും വിൻ്റെയും പ്രോഡക്റ്റായിട്ട് വരുന്ന u ഇൻറ്റു v, അതിൻ്റെ nth ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു v ഈസ് ഈക്വൽ ടു nth ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു v പ്ലസ് nc1 നമ്മൾ കോമ്പിനേറ്റോറിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, നമുക്ക് പറയാം nc1 ഇൻറ്റു un മൈനസ് 1 v1. un-1 റെപ്രസെൻറ്റ് n മൈനസ് 1th ഡെറിവേറ്റീവ് ഓഫ് u, v1 റെപ്രസെൻറ്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് v. then nc2 ഇൻറ്റു un മൈനസ് 2, ദാറ്റ് ഈസ് n മൈനസ് 2th ഡെറിവേറ്റീവ് ഓഫ് u, v2 that is v second derivative of v plus etc. അവസാന ടേം ആയിട്ടുണ്ടാവുക u ഇൻറ്റു വി എൻ. ഇതിന് നേരെ ഓപ്പോസിറ്റ് മീൻസ് ഇവിടെ ഫസ്റ്റ് യുടെ nth ഡെറിവേറ്റീവാണ്, അതിങ്ങനെ കുറഞ്ഞ് അപ് ടു u വരെ എത്തും. ഇവിടെ v സ്റ്റാർട്ട് ചെയ്യുന്ന വിയുടെ ഡെറിവേറ്റീവ് കൂടി അവസാനം nth ഡെറിവേറ്റീവിലെത്തും. ഇതാണ് ലെബനീസ് തിയറത്തിൻ്റെ ഫോർമാറ്റ്, സ്റ്റേറ്റ്മെൻറ്റ്. ഇതുപയോഗിച്ചിട്ട് നമ്മൾ ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് പ്രൂവ് ചെയ്യും. അതുപയോഗിച്ചിട്ട് നമ്മൾ ചില പ്രൊഡക്റ്റ് ഫങ്ഷനുകളുടെ nth ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും നമ്മൾ ചെയ്യും. അതാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അതിൽ നമ്മളൊരു കോമ്പിനേറ്റോറിക്സ് പറഞ്ഞിരുന്നു. ഇനി ഈ കോമ്പിനേറ്റോറിക്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. nc1 എന്ന് പറഞ്ഞാൽ nc1 ഈക്വൽ ടു ഈസ് ഈക്വൽ ടു nc2 എന്താണ്, nc3 എന്താണ്, ഇൻ ജനറൽ nCr എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജനറലി nCr എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 അപ് ടു n മൈനസ് r മൈനസ് 1, ആറിൻ്റെ തൊട്ട് മുന്നേയുള്ള നമ്പർ വരെ, ആറിൻ്റെ തൊട്ട് മുന്നേയുള്ള നമ്പർ വരെ n നിന്ന് മൈനസ് ചെയ്തിട്ടുള്ള ടേമുകളുടെ പ്രോഡക്റ്റ് ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര r. ഇതാണ് nCr എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ nc1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n ഇൻറ്റു n മൈനസ് 0, അപ്പോൾ n വരെ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ്സ് ക്യാൻ ബി റിട്ടൺ ആസ് n ഡിവൈഡഡ് ബൈ 1. nc എന്തായിരിക്കും, n തന്നെ കിട്ടും. ഓക്കെ, ഇനി nc2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2. nc3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഓൾ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3. മേലത്തേനെ നമുക്ക് എങ്ങനെ എഴുതാം, n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇതിനെ നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എഴുതാം. സോ ഇതാണ് കോമ്പിനേറ്റോറിക്സ്. ഇനി കോമ്പിനേറ്റോറിക്സുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന റിസൾട്ട് നമുക്ക് പറയാനുണ്ട്. ആ റിസൾട്ട് നമ്മൾ നെക്സ്റ്റ് പറയുന്നതിന് മുമ്പ് ഈ nCrനെ ഇങ്ങനെയും നമ്മൾ സൂചിപ്പിക്കാറുണ്ട്, CNR എന്ന് സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറലായിട്ട് കോമ്പിനേറ്റോറിക്സിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. അതിലെ ജനറൽ ഒരു ഫോർമുലയും കൂടെയുണ്ട്. അപ്പോൾ MCR, ആ ഫോർമുലയാണ് ഞാൻ പറയുന്നത്. MCR മൈനസ് 1ഉം MCRും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MCR മൈനസ് 1ഉം MCRും കൂടെ ആഡ് ചെയ്താൽ m+1 CR, അതായത് എമ്മിൻ്റെ വാല്യൂ ഒന്ന് കൂടും, r-1ലും r-ഉം അതിലെ ഏറ്റവും വലുതായ r ആയിരിക്കും അതുണ്ടാവുക. ഇതാണ് കോമ്പിനേറ്റോറിക്സിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന റിസൾട്ട്. അത് ഈ തിയറത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്.
ഈ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ തിയറത്തിൻ്റെ പ്രൂഫ് എഴുതാൻ പല മെത്തേഡുകളും നമ്മുടെ മാത്തമാറ്റിക്കൽ പഠനത്തിൻ്റെ ഇടയിലുണ്ട്. അതിലുള്ള ഒരു മെത്തേഡാണ് മാത്തമാറ്റിക്കൽ ഇൻഡെക്സ്. ഈ മാത്തമാറ്റിക്കൽ ഇൻഡെക്സിൽ നമ്മളെപ്പോഴും ഒരു കൗണ്ടിങ് സ്ട്രക്ചറിൽ വരുന്ന തിയറങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ലെബനിസ് തിയറത്തിൽ nth ഡെറിവേറ്റീവ്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവിന് അത് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, സെക്കൻഡ് ഡെറിവേറ്റീവിന് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, തേർഡിന് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അങ്ങനെ ഇൻ ജനറൽ nth ഡെറിവേറ്റീവിനുള്ള ഒരു ഫോർമുലയാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് 3 സ്റ്റെപ്പായിട്ടാണ് നമ്മളിതിനെ ചെയ്യേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളതിൽ ഒരു n എന്നുള്ളൊരു നമ്പറിൽ ബേസ് ചെയ്തിട്ടാകും നമ്മൾ, അല്ലെങ്കിൽ ഒരു കൗണ്ടിങ് നമ്പറിനെ ബേസ് ചെയ്തിട്ടാകും നമ്മൾ ഇതിൻ്റെ പ്രൂഫ് എഴുതേണ്ടാവുക. അപ്പോൾ അതിൽ ആ കൗണ്ടിങ് നമ്പറിന് നമ്മൾ n എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം n = 1 ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ട്രൂ പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തത് n = സം, ഒരു ജനറൽ, അല്ലെങ്കിൽ n = സം m എന്നുള്ള കേസിൽ n = m ആകുമ്പോൾ ട്രൂ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ജസ്റ്റ് തിങ്ക് ദാറ്റ് n ഇറ്റ്സ് ട്രൂ ഫോർ n = m. അത് പ്രൂവ് ചെയ്യുന്നില്ല. n = m ആകുമ്പോൾ അത് ശരിയാണ്, ആ തിയറം ട്രൂ ആണെന്ന് വിചാരിക്കുകയാണ്. സോ ഇത് നമ്മുടെ ഒരു ഹൈപ്പോത്തസിസാണ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യും. n = 1 ആകുമ്പോൾ ശരി, അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ അത് ശരിയാണ്. പിന്നെ അതിൻ്റെ കുറച്ചങ്ങ് പോയിട്ട് ഒരു ജനറൽ സ്റ്റേജിൽ അത് ശരിയായിരിക്കും എന്ന് വിചാരിക്കും. മൂന്നാമത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനേക്കാൾ 1 അങ്ങ് കൂടിയാൽ m+1 ഇത് ശരിയാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ n = m+1 ആണെങ്കിൽ ആകുമ്പോൾ നമ്മുടെ റിസൾട്ട് ശരിയായിരിക്കും എന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്കൽ ഇൻഡെക്സിൻ്റെ സ്ട്രക്ചർ. ആദ്യം n = 1 ആകുമ്പോൾ പ്രൂവ് ചെയ്യും, പിന്നീട് n = m ആകുമ്പോൾ ശരിയാണെന്ന് വിചാരിക്കും, പിന്നീട് n = ഇതിനേക്കാൾ 1 കൂടിയിട്ട് m+1 ആകുമ്പോൾ ശരിയാണെന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ for all n we can say that the result is true. ഇതാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഈ തിയറം എങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ പ്രൂഫായിട്ട് എഴുതുവാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. വി പ്രൂവ് ദിസ് യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ വെൻ n = 1, എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ uv1, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് u × v, നമ്മുടെ സാധാരണ പ്രൊഡക്റ്റ് റൂൾ എന്തായിരുന്നു? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് u1 × v പ്ലസ് u × v1. നമുക്കറിയാവുന്ന റിസൾട്ടാണ്. സോ ഇറ്റ്സ് u1, എന്നിൻ്റെ സ്ഥാനത്ത് 1 ആണ്, u1v, പിന്നെ ഈ ക്വാണ്ടിറ്റീസ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ ലാസ്റ്റ് എന്താണ് uv1. ഇതിൻ്റെ ഇടയിലുള്ള ഈ ഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല. അത് n 1 ആകുമ്പോൾ n-1 0 ആണ്, n-2 നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെ ആ ടേംസുകളൊന്നും ഉണ്ടാവില്ല, ഈ 2 ടേംസ് മാത്രമാണ് ഇതിലുണ്ടാവുക. നോക്കണേ, n ആകുമ്പോൾ nth ഡെറിവേറ്റീവ് ആകുമ്പോൾ ഇതിൽ n+1 ടേമുകളുണ്ടാവും, 1 ആകുമ്പോൾ 2 ടേമുകളുണ്ടാകും. ഓക്കെ, ഇനി നമ്മുടെ ഇൻഡക്ഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ പറഞ്ഞത്? റിസൾട്ട് ഒരു ആർബിട്രറി നമ്പർ m ആകുമ്പോൾ ശരിയാണെന്ന് വിചാരിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ശരിയാണെന്ന് നമ്മൾ വിചാരിച്ചാൽ uvm ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. സോ uvm = um × v, um × v, എന്നിൻ്റെ സ്ഥാനത്ത് m എന്ന് വിചാരിക്കുക, mc1 × um-1 × v1 പ്ലസ് mc2 um-2 × v2 പ്ലസ് എക്സെട്ര u × vm. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ഹൈപ്പോത്തസിസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ പ്രൂഫാണ്, അതായത് ഫൈനൽ പ്രൂഫാണ്, ഫൈനൽ പാർട്ടാണ്. നൗ വി പ്രൂവ് വെൻ n = m+1.
അപ്പോൾ അതായത് n m ആകുമ്പോൾ ശരിയാണെങ്കിൽ തൊട്ടും അടുത്ത് വരുന്നത് m+1 ആണ്. അതിലും ഇത് ശരിയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യലാണ് നമ്മുടെ അടുത്ത ദൗത്യം. സോ വി കാൽക്കുലേറ്റ് UVm+1. UVm+1 ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഇറ്റ്സ് ഡെറിവേറ്റീവ് ഓഫ് UVmൻ്റെ, അതായത് mth ഡെറിവേറ്റീവിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ് m+1th ഡെറിവേറ്റീവ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ m+1th ഡെറിവേറ്റീവ്, അതായത് UVmനെ നമ്മൾ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. സോ m+1th derivative of u equal to derivative of this one, that will be derivative of first term plus derivative of second term plus derivative of third term plus etc. Derivative of n+1th term. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അപ്പോൾ ആദ്യത്തെ ടേമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 എണ്ണം കിട്ടും. നോക്കാം നമുക്ക്. ഫസ്റ്റ് ടേം അപ്പോൾ UM+1 ഇൻറ്റു വി പ്ലസ്, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് പ്ലസ് ഇതിലും അതേപോലെ തന്നെ MC1 നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാം. MC1 കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി വരുന്നത് എങ്ങനെയുണ്ടാകും? m-1ൻ്റെ അടുത്ത ഡെറിവേറ്റീവ് m, v1 അതേപോലെ തന്നെ പ്ലസ് ഇതിനെ UM-1 ഇൻറ്റു നെക്സ്റ്റ് v2, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇൻറ്റു v2. ഓക്കെ, പ്ലസ് ഈ ടേം ആകുമ്പോൾ MC2 പുറത്തേക്ക് എടുത്താൽ പിന്നെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ m-2ൻ്റെ ഒരു ഡെറിവേറ്റീവും കൂടെ കൂടിയാൽ പവർ ഒന്ന്, ഇതിൻ്റെ ഓർഡർ ഒന്നുകൂടെ കൂടും. m-2 + 1 m-1 ആയി മാറും. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ v2 പ്ലസ് ദെൻ ഫസ്റ്റ് ഫംഗ്ഷൻ അത് UM-2 ആണ് ഇൻറ്റു v3 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേമിൻ്റെ എന്തുണ്ടാകും? U1 ൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് നെക്സ്റ്റ് എന്തായിരുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, സോ നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തതാണ്. എല്ലാ ടേമിലും ടേം ബൈ ടേം നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതിനെ എഴുതി വെച്ചു. ഓക്കെ, സോ ഇതിൽ നമ്മൾ ലൈക്ക് ടേംസ് എടുത്തിട്ടുണ്ടെങ്കിൽ, സോ ആദ്യം ഞാൻ UM+1 v1 UM+1 v ഈ ടേം ആദ്യം എഴുതി. പിന്നെ UM-v1 അത് ഇവിടെയുണ്ട്. അപ്പോൾ അതിനെ ഞാൻ കോമൺ ആയിട്ട് എടുത്താൽ ഇവിടുന്ന് UM-v1 കോമൺ ആയിട്ട് എടുത്താൽ 1 ഉണ്ടാകും. ഇവിടുന്ന് UM-v1 കോമൺ ആയിട്ട് എടുത്താൽ MC1 ഉണ്ടാകും. അപ്പോൾ 1 + MC1 UM-v1. നെക്സ്റ്റ് ടേം UM-1 ഇൻറ്റു v2 ആണ്. UM-1 ഇൻറ്റു v2 അതിനെ കോമൺ ഫാക്ടറായിട്ട് എടുത്താൽ MC1 + MC2 ഉണ്ടാകും. അതിൻ്റെ ഫാക്ടറായിട്ട് പ്ലസ് എക്സെട്ര. ഇതേപോലെ ഇതിൻ്റെ ഇടയിലുള്ള ടേംസുകളൊക്കെ പോയിട്ട് അവസാനം ഒരു ടേം UVM. ഇതും അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഈ ടേമും അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ടേമും കൂടെ കോമ്പിനേഷനായിട്ട് പോയിട്ടുണ്ടാകും. നെക്സ്റ്റ് ഇവിടെ എന്തായിരിക്കും? U ഇൻറ്റു VM+1 എന്നുള്ള ലാസ്റ്റ് ടേമും കൂടെ കിട്ടും. ഓക്കെ, ഇത് ആണ് നമുക്ക് ഇതിൽ കോമൺ ടേംസുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് അപ്പോൾ നമ്മളിവിടെ എത്തി. ഇനി ഞാൻ തുടക്കത്തിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു 2 റിസൾട്ട് പറഞ്ഞിരുന്നു. 2 റിസൾട്ടിൽ ഇത് ഞാൻ പറഞ്ഞിരുന്നു. ഇത് MC0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 1 ആണ്. MC0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഈ ഒരു റിസൾട്ട് നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. MCR-1ഉം MCRും തമ്മിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ M+1 CR ആണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ
ആ ഒരു റിസൾട്ടായിട്ട് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ എന്തൊക്കെ എഴുതാൻ പറ്റും നോക്കുക. ഇവിടെ നമ്മുടെ എമ്മുമായിട്ടുള്ള കണക്ഷനൊന്നുമില്ല. സോ നമ്മൾ എഴുതാൻ പോകുന്നത് യു വിയുടെ m+1th ഡെറിവേറ്റീവിനെ പറ്റിയുള്ള ഫൈനൽ ഫൈൻഡിങ്സ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. um+1 ഇൻറ്റു വി um+1 ഇൻറ്റു വി പ്ലസ്, ഇനി ഇവിടെ നോക്കിയേ 1 + MC1 ആണ്. MC1നെ നമുക്ക് MC0 എന്ന് എഴുതാം, പ്ലസ് MC1 ആക്ച്വലി എന്തായിരിക്കും ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് എഴുതിയാൽ ഇറ്റ്സ് m+1 C1 ആയിരിക്കും. m+1 എമ്മിൻ്റെ വാല്യൂ ഒന്ന് കൂടും. ഈ ലാസ്റ്റ് ഏറ്റവും ഈ സഫിക്സ് ടേംസുകളിലെ ഏറ്റവും വലുതേതാണോ അത്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് m+1 ഇൻറ്റു C1 v1. നോക്കണേ, യുടെ പവർ m+1th ഡെറിവേറ്റീവ് വി, അടുത്ത ടേമിലേക്ക് എത്തുമ്പോൾ m+1 C1 m+1 C1, ഈ യുടെ ഡെറിവേറ്റീവ് ഒന്ന് കുറഞ്ഞു, വിയുടെ ഡെറിവേറ്റീവ് ഒന്ന് കൂടി, പ്ലസ് അടുത്തത് um-1 ഇൻറ്റു v2 ആണ്, ഒന്ന് കുറഞ്ഞു, വിയുടെ ഡെറിവേറ്റീവ് ഒന്ന് കൂടി. ഇനി ഇതിൻ്റെ വാല്യൂ നോക്കിയേ, MC1 + MC2 എന്തായിരിക്കും, m+1 ഇൻറ്റു C2 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം നമുക്ക് ഇതേപോലെ തന്നെ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ അതേപോലെ തന്നെ ദെൻ ലാസ്റ്റ് ഫംഗ്ഷൻ്റെ ഇതിന് നേരെ തിരിച്ചു വരുന്നത് Vm+1. സോ യു ഹാവ് പ്രൂവ്ഡ് ഫോർ we proved for n is equal to m+1. Hence by mathematical induction we proved Leibniz theorem. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് uv ഇൻറ്റു uvn, അതായത് nth ഡെറിവേറ്റീവ് ഓഫ് uv ഈക്വൽ ടു nth ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു v പ്ലസ് nc1 ഇൻറ്റു n-1th ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് v1 mc2 പ്ലസ് mc2 ഇൻറ്റു n-2th ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് v പ്ലസ് എക്സെട്ര ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു nth ഡെറിവേറ്റീവ് ഓഫ് v. ഇതാണ് ലെബനിസ് ഫോർമുല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടാവുക.